അല്ല ഗൈസ്, അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ എടുത്ത് 2-3 ദിവസം ഇടാൻ പറ്റിയില്ല. വേറൊന്നുമില്ല, പണിയൊന്നുമില്ലാതെ കാരണം, വെറുതെ ഇരുന്ന കാരണം ഇടാൻ പറ്റിയില്ല. അങ്ങനെ ജോബ്ലെസ് ആയിട്ട് ഇന്ന് 7 ദിവസം, 6ാമത്തെ ദിവസം. 6ാം ദിവസം എന്താ പറയാനുള്ളത്, ഇൻ്റർവ്യൂ കോളൊക്കെ വരുന്നുണ്ട്. വരുന്നവരാണെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ 4 വർഷം UAE ടോട്ടൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അക്കൗണ്ട്സിൽ സീനിയർ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ കുഴപ്പമില്ല. ജോലി ഉണ്ടായിരുന്ന സമയത്ത് 8, 9, 10 പാക്കേജിലൊക്കെ കോൾ വരുന്നുണ്ടായിരുന്നു. അന്നേരം സ്വസ്ഥവും സുഖവുമായൊരു ജോലി ആയത് കാരണം അക്സെപ്റ്റ് ചെയ്തില്ല, അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ മാറി വന്നപ്പം പണി പോയി. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിളിക്കുന്നവർക്ക് ഹൈ എക്സ്പെക്റ്റേഷനാണ്, അങ്ങനത്തെ ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം ചെയ്യണം, ടൈം പീരീഡിനുള്ളിൽ ചെയ്ത് തീർക്കണം, റെസ്പോൺസിബിലിറ്റി ഹൈ ആണ്, ഇത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതെല്ലാം കറക്റ്റ് ആയിരിക്കണം, ടാലി ആയിരിക്കണം. ഓക്കെ, നമ്മളെല്ലാം ചെയ്യാൻ ബില്ലിങ്ങാണ്. നെക്സ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ കറൻറ്റ് സാലറി എക്സ്പെക്റ്റേഷൻ. അവിടെയാകുമ്പോൾ പിന്നെ അവരങ്ങ് കരച്ചില്ല. വലിയ കമ്പനിയൊക്കെ ആയിരിക്കും. സാലറി ചോദിച്ച് കഴിയുമ്പം കമ്പനി ചെറുതാണ്, ഇന്ന റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, നമുക്കിത്ര പാക്കേജ് ഇല്ല. പക്ഷേ ഒരു കാൻഡിഡേറ്റിൻ്റെ സ്കില്ല് എബിലിറ്റി അവർ ഹൈ എൻഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ കാൻഡിഡേറ്റിന് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുക്കാനില്ല. ഇതാണ് വസ്തുത. അറിയില്ല എന്താ കാരണമെന്ന്. അവസരം മുതലെടുക്കുവാണോ എന്നറിയില്ല. എന്തായാലും നോക്കാം. പിന്നെ ഇതുപോലെ UAE വിസിറ്റിൽ വരുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. സ്കാമേഴ്സ് വിളിക്കും, കൺസൾട്ടൻസി പോകരുത്. അറിയാതെ പോയാലും പൈസ കൊടുക്കല്ലേ. ഇതിപ്പം അൽസീഫിൻ്റെ ഇങ്ങോട്ട് തന്നെ നടന്നതാണ്. രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ, നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചു. നാളെ മുതൽ എന്നും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും നോക്കാം. യുദ്ധം ഇന്ന് തീരും, നാളെ തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. തീർന്നെന്ന് പറഞ്ഞ് 2 ദിവസം ബ്രേക്ക് ഇട്ടിട്ട് 3ാമത്തെ ദിവസം വീണ്ടും അവരെങ്ങോട്ടേലും പൊട്ടിക്കും. ഇൻഡസ്ട്രി എല്ലാം താഴോട്ടാണ്, അതൊരു പ്രശ്നമാണ്. എന്തായാലും നോക്കാം. ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണല്ലോ. ലെറ്റ്സ് സീ.